ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എവിടെയോ നമ്മൾ കണ്ടുപറന്ന ഒരു വിശ്വാസി കുടുംബം, അപ്പനും അമ്മയും ഒരു മകനുമടങ്ങുന്ന ആ കൊച്ചു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സുപ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമുക്ക് തുടർന്ന് കാണാം. ഈ ചെറുക്കൻ ഇതുവരെ എഴുന്നേറ്റില്ലയോ? എടാ മാത്തുക്കുട്ടിയെ, നേരം വെളുത്തു. രാത്രി മുഴുവനും അവൻ ഫോൺ നോക്കി കിടന്നിട്ട് ഇപ്പം എണീക്കാൻ വയ്യ ചെറുക്കന്. എൻ്റെ അച്ചായ, നിങ്ങൾക്ക് അവനെ ഒന്ന് വിളിക്കാൻ വയ്യായോ? നിങ്ങളാ ഇവനെ സ്നേഹിച്ച് വഷളാക്കുന്നേ. ഓ, അവൻ രാവിലെ തന്നെ തുടങ്ങി. പിന്നെ വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കുന്നൊരു പുത്രൻ. ആ വിളിക്കണ്ട, ഇങ്ങനെ ഇരുന്നോ. എടാ എഴുന്നേക്കടാ മോനെ മാത്തു, ഒന്ന് എഴുന്നേറ്റ് വാ വേഗം. അതെങ്ങനാ, പ്രാർത്ഥിക്കണമെന്നുമില്ല പാടണമെന്നുമില്ല, തോന്നിയ പോലെ നടക്കുവല്ലേ. എൻ്റെ ഒരവസ്ഥ, എന്തോരും കരഞ്ഞും പ്രാർത്ഥിച്ചും വളർത്തിയതാ അവനെ. ഇപ്പോൾ ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. വാ അച്ചായ പ്രാർത്ഥിക്കാൻ. മോനെ വാടാ, നമുക്ക് പ്രാർത്ഥിക്കാം. മാത്തു വാ ഇങ്ങോട്ട്. ഓ, ഈ വയ്യാത്ത എന്നെ ഇട്ടിങ്ങനെ അലപ്പിക്കാതടാ. ഞാൻ വരുവാ. ആ വാ വേഗം. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ മാത്തു മാത്തു എന്ന് വിളിക്കല്ലത്. അയ്യോ, മാത്തൂന് എന്താടാ ഒരു കുഴപ്പം? നല്ല സൂപ്പർ പേരല്ലയോ? എനിക്കിഷ്ടമല്ല. കോൾ മീ മാത്ത്. ആ ഒരു മാക്ക്. നീ ആ പുതപ്പ് അങ്ങോട്ട് മടക്കി വെച്ചേ, എന്നിട്ട് ഇങ്ങോട്ട് വേഗം വന്നേ. എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. പാടങ്ങോട്ട്. നീ എന്തുവാടാ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഫോണിൽ തോണ്ടുന്നേ? പാട്ട് പാടാനാ ഫോൺ എടുത്തത്. ഫോണിലാണോ പാട്ട്? കാലം പോയപ്പോ ഓക്കെ. നിങ്ങൾക്ക് ഈ വേഴ്സ് ഒന്നും അറിയത്തില്ലേ? ഓ ഗോഡ്, ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ ഇപ്പം ഫോണിൽ നോക്കിയാ പാട്ട് പാടുന്നത്. പിന്നെ ഒരു ന്യൂ ജനറേഷൻ വന്നേക്കുന്നു. പാടങ്ങോട്ട്. മന്നമ്മേ പക്ഷിഗണങ്ങളിതാ ഉണർന്നു പരന സ്തുതിക്ക. മന്നമ്മേ എന്തുവാടാ നീ പാടുന്നേ? ആ പക്ഷിഗണങ്ങളൊക്കെ അങ്ങ് അറബിക്കടൽ കടന്നു. അല്ലേ തന്നെ എന്തൊരു പാട്ടായത്. നീ പാടുന്ന കേട്ടാ പേടിച്ചു പോവുമല്ലോ. അമ്മയല്ലേ പറഞ്ഞ പാട്ട് പാടാൻ. അതിനിങ്ങനെയാണോ പാടുന്നേ? ആ ഇത് ഇഷ്ടപ്പെട്ടില്ലേ വേറെ ഉണ്ട്. മോൻ എടുക്കനല്ലേ, വേറെ നല്ല പാട്ടങ്ങോട്ട് പാടിക്ക്. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. എന്തുവാടാ ഈ ചെറുക്കൻ, എന്തുവാ ഇങ്ങനെ ഓടിച്ചിട്ട് പാടുന്നേ? എനിക്ക് പെട്ടെന്ന് പോകണം, തീരെ ടൈമില്ല. എത്ര തിരക്കാണേലും പ്രാർത്ഥിച്ചിട്ട് പോയാ മതി. ആ ഇനി വേദോസം വായിക്കും മോനെ, നല്ല സ്ഫുടമായി അങ്ങോട്ട് ഉറക്ക വായിക്ക്. മമ്മി എന്ത് ഈ പറയുന്നേ? വീട്ടിലെ ഗ്രഹനാഥനാരാ? അപ്പനല്ലേ, അപ്പന് വായിച്ചുകൂടെ? എടാ ഞാൻ ഒത്തിരി വായിച്ചിട്ടുള്ളതാ. ഇപ്പം പ്രായമൊക്കെ ആയില്ലേ, കണ്ണാടി ഒന്നുമില്ലാതെ വായിക്കാൻ പറ്റത്തില്ലടാ. അപ്പൊ ഇപ്പൊ കണ്ണിരിക്കുന്ന എന്തുവാ? അതിന് പവർ ഒന്നുമില്ല. എന്തായാലും മോൻ വായിക്ക്. എന്നാ മമ്മിക്ക് വായിച്ചുകൂടെ? ഓ എനിക്ക് കണ്ണാടി വെച്ചാലും പാടാ, കണ്ണൊന്നു പോയി ടെസ്റ്റ് ചെയ്യണം. ആ വായിക്കാം, സങ്കീർത്തനമല്ലേ. ദാ പിന്നെ അവൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. വായിക്ക് ചെറുക്ക അങ്ങോട്ട്. 23 ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവേ എനിക്ക് നല്ല ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടായ പച്ചയെ കടന്ന് തുറന്ന് നടത്തുന്നു. എൻ്റെ പ്രാണയം തണുപ്പിന് കൂട്ടുപാലത്തിൽ നടന്നാലും അവൻ എനിക്കൊരു അനർത്ഥം ഭവിക്കുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നീ എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ ശത്രുക്കൾ കാണാൻ നീ വീട് എടുക്കുന്ന എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് എൻ്റെ പാനപത്രം കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും പിന്നെ ഞാൻ യഹോവയെ ദീർഘകാലം വസിക്കും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ആ ഇനി പ്രാർത്ഥിക്കാം. ആദ്യം മാത്തു പ്രാർത്ഥിച്ചേ അങ്ങോട്ട്. ഈ കുടുംബത്തിലെ നിർത്ത്. ഗ്രഹനാഥൻ ഞാൻ തന്നെയാ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ മോൻ പ്രാർത്ഥിക്കും. മോനെ വഴക്കുണ്ടാക്കാതെ പ്രാർത്ഥിക്കടാ. ഓക്കെ. പരിശുദ്ധനായ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഓർത്ത് പ്രാർത്ഥിക്കും. പപ്പയും മമ്മിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചർച്ചകളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തൊരു പ്രാർത്ഥനയാടാ ഇത്, കൊള്ളാം. ആ ഇനി പപ്പ പ്രാർത്ഥിക്കും. നില്ല പപ്പ ഒത്തിരി നേരം പ്രാർത്ഥിക്കില്ല, പെട്ടെന്ന് തീർക്കണം. ഓ എൻ്റെ മൂഡ് പോയി. എന്നാ ഓക്കെ, ശരി എന്നാ. യോ എടാ മാത്തു, നീ എങ്ങോട്ടായി ഓടുന്നേ? ഓ ഇന്ന് എനിക്ക് കുറച്ച് അർജന്റ് പരിപാടികളുണ്ട്. അയ്യോ എന്നും നീ ഇത് തന്നെയല്ലയോ പറയുന്നേ? ഷോ കഷ്ടം തന്നെ. ഇതുപോലത്തെ പിള്ളേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നു കർത്താവേ.
ഓ, ഈ ന്യൂസ് പേപ്പർ മൊത്തം ഇങ്ങനത്തെ ന്യൂസാണല്ലോ, വായിക്കാനും വയ്യ. ആ സ്പോർട്സ് പേജിൽ നോക്കാം. ഇന്ത്യ പാകിസ്ഥാനോട് 100 റൺസിന് തോറ്റു. ആണ്ട് കിടക്കുന്നു. എന്റെ പൊന്നച്ചായ, നിങ്ങളിങ്ങനെ പത്രവും വായിച്ചോണ്ടിരുന്നോ? നിങ്ങൾക്ക് അവരെ ഒന്ന് ഉപദേശിച്ചൂടെ? എടി, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേക്കത്തില്ല, പിന്നെ എങ്ങനാ? നമ്മുടെ സഭയിലുണ്ടോ ഇങ്ങനത്തെ പിള്ളേര്? എനിക്കറിയില്ല. എന്റെ കർത്താവേ. ഹലോടാ, നീ എവിടാ? എടാ അളിയ, ഞങ്ങൾ ഇവിടെ വന്നിപ്പുണ്ട് ഫ്രണ്ടിൽ. എന്നാ നിങ്ങൾ പെട്ടെന്ന് വാ, ഇവിടെ കുറച്ച് സീനാണ്. ആണോ? ഓക്കേടാ, വരുവാ, നമുക്കിപ്പം ശരിയാക്കാം. ഹോ, ഇതുങ്ങളുടെ ഒരു കുറവൂടെ ഇവിടെ ഉള്ളായിരുന്നു. ഇപ്പൊ എല്ലാം പൂർത്തിയായി. അതെന്താ പറ്റി അങ്ങനെ ഒരു ടോക്ക്? ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അൾട്ടിമേറ്റ് പുച്ഛം. അങ്കിളെ, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ഓ, ഇങ്ങനൊക്കെ പോകുന്നു. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങും കേട്ടോ. എടാ മാത്തു, നീ എവിടെ പോവാടാ? അയ്യോ ആന്റി, ഞങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ഉണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്. ഓ പിന്നെ, ഒരു കമ്പൈൻ സ്റ്റഡി. എടാ മാത്തു, പെരക്കകത്ത് കയറാൻ വീട്ടിലുള്ള സ്റ്റഡിയൊക്കെ മതി. നേരം വെളുത്ത് ചായയും വേണ്ട, വെള്ളവും വേണ്ട, അവനങ്ങ് ഇറങ്ങിയേക്കുവാ. എടാ അളിയ, ഇന്നത്തെ പ്ലാൻ എങ്ങനെയാ? എടാളെ, നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഒറ്റ മൈൻഡ് ലുലുമാൾ വിട്ടാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സിനിമയ്ക്കൂടെ കയറാം. ഓക്കെ, സെറ്റ് സെറ്റ്. അപ്പോൾ ഓക്കെ ആന്റി, സീ യു. അയ്യോ, ദേ അവൻ പോയി. മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ? മോനെ കുറിച്ചൊരു വിചാരം വേണ്ടേ? എടി, നീ എന്തിനാ എന്നോട് ഈ വഴക്കുണ്ടാക്കുന്നത്? നിനക്കറിയാലോ, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേക്കത്തില്ല. ശോ, നമുക്ക് ഈ ഗതി വന്നല്ലോ എൻ്റെ അച്ചായ. റൈസിലോടെ അച്ചായ. പ്രൈസോ പാസ്റ്ററെ. അമ്മാമോ എന്നാ ഉണ്ട്? ഓ, എന്നാ പറയാനാന്നേ, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു. അതെന്നാ ആൻറ്റി ഒരു വിഷമം? ഒന്നുമില്ല പാസ്റ്ററെ. പിന്നെ പനിയൊക്കെ ആയിരുന്നു, അതാ ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞ്. ആ അമ്മമ്മേ, പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. ആട്ടെ, നമ്മുടെ മാത്തു എന്ത് ചെയ്യും? കണ്ടിട്ട് കുറേ ആയല്ലോ. പാസ്റ്ററെ, നമ്മുടെ ചർച്ചിലെ കുറച്ച് ഓ, ആൾക്കാരുണ്ടല്ലോ. ഈ അച്ഛൻ അതെ. തുടങ്ങി. അത് പിന്നെ പറയാം. പാസ്റ്ററെ, മാത്തുവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതെന്താ അമ്മാമ്മേ, എന്തോ പറ്റി? അവൻ ഒരു വക പറഞ്ഞാ കേൾക്കുന്നില്ല അമ്മാമേ. രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്. ഓ, അപ്പൊ അങ്ങനെയാ കാര്യങ്ങളല്ലേ? ഞാൻ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തു പാസ്റ്ററെ, എനിക്കിനി വയ്യ. എന്നിട്ടിപ്പോ ആളെന്ത് ചെയ്യും? ആ, എനിക്കറിയത്തില്ല പാസ്റ്ററെ. എന്റെ പാസ്റ്ററെ, എല്ലാ ദിവസവും ഇത് അവന്റെ പരിപാടി. അവനാണെങ്കിൽ പ്രാർത്ഥനയ്ക്കും വരത്തില്ല. നേരെ ഒരുപാടായല്ലോ, മാത്തൂനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. അച്ചായ ഒന്ന് വിളിക്കവനെ. എവിടെ പോയി കിടക്കുവാണാവോ? ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം ഇതിന്. ഞാൻ ഒന്ന് വിളിക്കട്ടെ. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. അവൻ വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അയ്യോ, ദേവൻ തിരിച്ചോടുന്നു. മാത്യു 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 മോനെ. അയ്യോ, നിന്റെ പാസ്റ്റർ, ഞങ്ങൾ അങ്ങനെ വിട്ടേക്കുവാ. അപ്പൊ ഓക്കെയാണ്, എല്ലാം പറഞ്ഞോളെ, നാളെ കാണാം. എടാ പോലെ പോലെ എന്നെ പോസ്റ്റ് ആക്കില്ലേ? മോനെ, ഇങ്ങ് വാടാ. എടാ മാത്തു, ദേ പാസ്റ്ററിൽ നിന്നോടെന്തോ പറയാനുണ്ട്. ആ, പാസ്റ്റങ്ങൾ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിപ്പോഴാണ് കണ്ടത്. ആ, ഞങ്ങൾ മോനെ കാണാൻ ഇങ്ങോട്ടൊന്ന് വന്നത്. കുറച്ചു നേരമായി വന്നിട്ട്. എന്റെ പാസ്റ്ററെ, അവനിപ്പോ വലിയ ബിസിയാ. വീട്ടിലിരിക്കാൻ പോലും അവന് ടൈമില്ല. അതൊന്നും സാരമില്ല ചായ, നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാം. നമ്മുടെ കൊച്ചല്ലേ, അവന് പറഞ്ഞാൽ മനസ്സിലാവും. മോൻ ഇങ്ങ് വന്നിരുന്നേ. പിന്നെ
എന്നാ ഉണ്ട്? ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഈ പറഞ്ഞ പോലെ 2-3 ആഴ്ചയായല്ലോ സഭായോഗത്തിന് കണ്ടിട്ട്. എവിടായിരുന്നു? ആ അങ്ങനെ അങ്ങോട്ട് ചോദിക്കു പാസ്റ്ററെ. അവന്റെ പോക്ക് അത്ര ശരിയല്ല. ഓ ഈ മമ്മിക്ക് എന്നെ ഒന്ന് സമാധാനത്തിലൊക്കെ ചോദിക്കേ. അവൻ വന്നതല്ലേ ഉള്ളൂ. ആ ഞാൻ പഠിക്കാൻ പോയതാ പാസ്റ്റങ്ങളെ. പിന്നെ കുറെ കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു ഇന്ന്. ആഹാ, അപ്പം ഞായറാഴ്ചയും പഠിത്തമാണോ? അയ്യോ അങ്ങനല്ല പാസ്റ്ററെ, ഒത്തിരി പഠിക്കാനുണ്ട്. പിന്നെ കോളേജിൽ അസൈൻമെൻറ്റ്സും എക്സാംസും പിന്നെ എല്ലാം ലേറ്റായിട്ടാണ് പിന്നെ കിടക്കുന്നത്. ആ മോനെ, അതൊക്കെ പോട്ടെ. ഇന്ന് കർത്താവ് വന്നാൽ മോൻ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? പിന്നല്ലാതെ അതെന്തോ ചോദ്യമോ പാസ്റ്റങ്ങളെ? എൻ്റെ പപ്പയും മമ്മിയും വിശ്വാസി, ഞാനും ജനിച്ചപ്പോൾ തൊട്ട് വിശ്വാസി. പിന്നെ സ്വർഗത്തിൽ പോകാതിരിക്കുമോ? മോനെ, അങ്ങനല്ല. നമുക്ക് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് മോൻ അല്പം സീരിയസ് ആയിട്ട് കാണണം. മോന് ദൈവവുമായിട്ടൊരു പേഴ്സണൽ ബന്ധം വേണം. പേഴ്സണൽ പ്രയറൊക്കെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി പാസ്റ്ററെ. പിന്നെ നമ്മുടെ ചർച്ചിൽ ശനിയാഴ്ച ബൈബിൾ സ്റ്റഡി ഒക്കെ ഉണ്ട്. പിള്ളേരൊക്കെ വന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മോനും വരണം കേട്ടോ. അമ്മാമോ, ഞങ്ങൾ അവനോടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും അവൻ വന്നോളും, വിഷമിക്കണ്ട. ആൻറ്റി എനിക്കത് മതി. അവനൊന്ന് നന്നായി കണ്ടാൽ മതി. ആ സാരമില്ല മമ്മേ, കരയണ്ട, അവൻ വന്നോളൂ. പാസ്റ്ററെ അപ്പം ഞങ്ങൾ ഇനി അധികം സമയം ഇരിക്കുന്നില്ല, പതിയെ ഇറങ്ങുക കേട്ടോ. 1-2 വീടുകൾ കൂടി പോകാനുണ്ട്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ കടന്നു കർത്താവേ, ഇവിടുത്തെ അച്ഛനെ അമ്മാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പൈതലിനെ ഓർത്ത് പ്രാർത്ഥന, അവനെ അനുഗ്രഹിക്കണമേ ദൈവമേ. അവനടുത്ത സഭയെ കടന്നു നൽകണമേ. ഞങ്ങളിപ്പോൾ പോകുന്നല്ലോ, ഉണ്ടായിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ കേൾക്കണ പിതാവേ. എന്നാ അച്ഛാ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണേ. അപ്പോൾ ശരി പാസ്റ്റർ, നമുക്ക് പിന്നെ കാണാം. അമ്മമ്മോ പോവാ. ഓക്കെ പാസ്റ്റർ, ഓക്കെ. അയ്യോ അമ്മാമേ, നമ്മുടെ ആ ലേഡീസ് മീറ്റിങ്ങിന്റെ കാര്യം എല്ലാം ശരിയാക്കിയായിരുന്നല്ലോ അല്ലേ? ആ അമ്മാമേ, എല്ലാം ഓക്കെയാ. ഓക്കെ എന്നാ അമ്മാമേ, കാണാം. ശരി ശരി ശരി. ഓ എന്തിനാ ഇത്ര ഹല്ലേലൂയ? കുറച്ച് പുതുക്കൊക്കെ പറഞ്ഞൂടെ? ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാ നിന്നെ ഇതുവരെ വളർത്തിയത് അച്ചായ. എന്നിട്ട് ഇപ്പൊ ഇവൻ എന്നോട് പറയുന്ന കേട്ടോ? അത് പോട്ടെ, അവൻ വെറുതെ ചോദിച്ചതല്ലേ. പാസ്റ്റർ വന്നപ്പോൾ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു. ഓ വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാ? മുങ്ങാനായിരുന്നോ? ഓ പിന്നെ അവൻ എങ്ങാണ്ടൊക്കെ കറങ്ങി നടന്നിട്ട് പാതിരാത്രി കേറി വന്നേക്കുന്നു എന്നോട് വഴക്കുണ്ടാക്കാൻ. ഞാൻ ഇനിയും പോകും. എന്നാ ചെയ്യും? പോകോടാ നീ. ആഹാ, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. കൂട്ടുകാര് പിള്ളേരെന്ന് പറഞ്ഞ് കുറച്ചെണ്ണത്തിന്റെ കൂടെ അങ്ങ് നടക്കുക രാവും പകലും. കണ്ടോ കണ്ടോ, കാര്യമായിട്ടൊരു കാര്യം പറയുമ്പം അടിക്കുന്നുണ്ട് കിണ് കിണ്. അച്ഛാ, നിങ്ങൾക്ക് ആ ഫോൺ ഒന്ന് തല്ലി പൊട്ടിച്ചൂടെ? പപ്പ അതെങ്ങനെ? കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലയോ? ആ ഫോണിങ് തന്നെ. കൊള്ളാം കൊള്ളാം. ഞാൻ മാത്രം വീട്ടിൽ കിടന്ന് പ്രാർത്ഥിക്കുക ചെറുക്കൻ നന്നാവാൻ. കർത്താവേ, എന്നെ അങ്ങ് എടുത്തേക്ക്. എടാ ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്. ഇവിടെ കുറച്ച് തിരക്കായിരുന്നു. എടാ നാളെ എങ്ങനെ പോകുന്നുണ്ടോ? നാളെ എല്ലാവരും വരുന്നുണ്ടോ? അമ്മമാരൊക്കെ വരുന്നുണ്ടോ നാളെ ക്ലാസ്സിൽ? എടാ മാത്യു, എന്നൊക്കെ ഉണ്ട്? എടാ ജോയിലെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? ഒന്നുമില്ലടാ, ഞാൻ ചർച്ചിലെ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്ന വഴി ഇങ്ങോട്ട് കയറിയതാ. ഓ പ്രാക്ടീസിന് പോയിട്ട് വരുവാണോ? എല്ലാവരും വന്നായിരുന്നോ? പിന്നെ എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ക്ലാസ്സൊക്കെ കുഴപ്പമില്ലടാ, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു. എടാ പിന്നെ നീ ഇനിയും ചർച്ചിൽ വരണം കേട്ടോ. ഒത്തിരി നാളായില്ലേ നമ്മൾ ഒരുമിച്ച്. ആ പഴയ കാലമൊക്കെ ഓർക്കുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു സൺഡേ സ്കൂളൊക്കെ. ഞാൻ വരാടാ. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയോണ്ടാ. ഞാൻ വരാൻ നോക്കാടാ. ഓക്കേടാ. ഓക്കേടാ, ഓക്കെ ഓക്കെ. എടാ വെടിവെക്ക് വെടിവെക്ക്. ഒരുത്ത സൈഡിലൂടെ വരുന്നു. കൊല്ല് കൊല്ല് കൊല്ല്. ആരോ നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. അവൻ എന്നെ അടിച്ചടാ. നിങ്ങൾക്ക് എന്നാ മനുഷ്യ, കിടന്നുറങ്ങിക്കൂടെ? ശ്രദ്ധിച്ച് കേട്ടെ. എടാ അവനെ കൊല്ലടാ, അവൻ വരുന്നടാ, കൊല്ല്. ഓ ഇതാണോ? അത് വേറെ ആരുമല്ല, നമ്മുടെ മോൻ തന്നെ. പേടിക്കണ്ട, അവൻ പബ്ജി കളിക്കുക. ഞാനിത് സ്ഥിരം കേൾക്കുന്നതാ.
എന്തൊക്കെയാണോ ഇപ്പോഴത്തെ പിള്ളേരെ. Hey Siri, wake me at 11 a.m. Good night. തിരിച്ചറിവുകളുടെ ആ രാത്രി അത് മാത്തുവിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാത്രി അന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് കാണാം. അമ്മേ, കാപ്പി. അമ്മേ, ഓ ഇതിവരെവിടെ പോയേക്കും? ഇനി ആരാധനയ്ക്ക് വല്ലതും പോയതാണ്. ഈ വെളുപ്പങ്കാലത്ത് തന്നെ ഇനി ആരാധന. എന്നാലും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മമ്മി, പപ്പാ, നിങ്ങളെവിടാ? ഓ, ഇവരാരും എന്താ കോൾ എടുക്കാത്ത? പപ്പയും മമ്മിയും കോളും എടുക്കുന്നില്ല. ഈ പാസ്റ്ററും ജോലിയും എന്താ കോൾ എടുക്കാത്ത? ഇനി ഇവരെവിടെയെങ്കിലും പോയേക്കുവാണോ? ഇനി കർത്താവല്ലോ വന്നോ? എൻ്റെ ദൈവമേ, എന്തായാലും അബിയെ വിളിച്ചു നോക്കാം. ഹലോടാ, കേക്കാവോ? ആ എടാ, എന്താടാ? എടാ, അപ്പം നീ പോയില്ലേ? എവിടെ പോയാൻ? എടാ, ഇവിടെ പപ്പയും മമ്മിയും കാണുന്നില്ല. എടാ, ഉറപ്പാ കർത്താവ് വന്നു. ഞാനും പോയില്ല, നീയും പോയില്ല. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എടാ, അവരെ പറമ്പിൽ വല്ലതും കാണൂടാ? ഇല്ലടാ, ഞാൻ എല്ലായിടത്തും നോക്കി. ആ ജോയിലും പാസ്റ്ററും ഒന്നും കോൾ എടുക്കുന്നില്ല. എടാ ശരി എന്നാ. ആ, ഓക്കെ ഓക്കെ. ഞാൻ ഇനി എന്നെ കർത്താവേ, പപ്പയും പോയി, മമ്മയും പോയി, എൻ്റെ കൂട്ടുകാരും പോയി. ഞാൻ മാത്രം ഇങ്ങനെ. എനിക്കൊരവസരം കൂടെ തരണേ. ഇല്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കരണ്ട കാര്യമില്ല. ഇത്ര നേരമായിട്ട് അവൻ എഴുന്നേറ്റിട്ടില്ല. ഫോണും കുത്തി കിടന്നു കാണും. ഞാനൊന്ന് പോയി നോക്കട്ടെ. എടാ മാത്തുവേ, മാത്തു, ചെറുക്കൻ എന്തോ കൊടുക്കുവോ? ഇവരെന്തിനാ കിടന്ന് കരയുന്നേ? മാത്തുവേ, മമ്മി, പപ്പയ്ക്ക് എന്തിയേ? അയ്യോ, ഇവിടെ ഉണ്ടടാ എന്റെ അച്ചായ. നിങ്ങളൊന്ന് ഓടി വന്നേ. ഓ, അവിടെ രാവിലെ തന്നെ തുടങ്ങി. വരുവാടി, ഞാൻ വരുവാ. മോനെ, നിനക്ക് എന്നാ പറ്റിയടാ? ആകെ വേർത്തല്ലോ നീ. മമ്മി, ഞാനൊരു സ്വപ്നം കണ്ടതാ. കർത്താവ് വന്നു, നിങ്ങളെല്ലാവരും പോയി, ഞാൻ മാത്രം പോയില്ല. ഞാൻ ദൈവത്തോട് ഒത്തിരി ക്ഷമ ചോദിച്ച് കരഞ്ഞു. ആ, സ്വപ്നം കണ്ടപ്പോൾ മോന് ബോധം വെച്ചു. ഇതാ നിന്നോട് ഞങ്ങൾ കുറേ നാളായിട്ട് പറയുന്നേ, ഇങ്ങനൊന്നും നടന്നാൽ മോൻ രക്ഷപ്പെടുത്തില്ല. ഇപ്പോഴെങ്കിലും മോന് മനസ്സിലായല്ലോ. അതെ പപ്പ, എനിക്ക് എൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഞാനിങ്ങനെ പോയാൽ കർത്താവിൻ്റെ വരങ്ങൾ എടുക്കപ്പെടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. മോനെ, ഇനി ഞങ്ങൾ പറയുന്ന ഒക്കെ നീ കേൾക്കണം കേട്ടോ. അതെ പപ്പ, മമ്മി, ഇനി മുതൽ എനിക്ക് നന്നായി ജീവിക്കണം, ഒരു ദൈവ പൈതലായി. നിങ്ങൾ ഈ കണ്ടത് ഒരു സ്വപ്നമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഇതൊരു സ്വപ്നമല്ല. നാളെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മാത്തുവിനെ പോലുള്ള വ്യക്തികളെയോ ഇത്തരത്തിലുള്ള കുടുംബങ്ങളെയോ നിങ്ങൾ ജീവിതത്തിൽ പലകുറി കണ്ടിട്ടുണ്ടാവും. വചനത്തിന്റെ ചില സത്യങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. എന്നാൽ ഒന്നോർക്കുക, ഇവ ചിരിച്ചു തള്ളാനുള്ളവയല്ല. വചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ
പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് രക്ഷിതാവായ ദൈവം നമ്മോട് പറയുന്നു. രക്ഷയും പുനരുദ്ധാനവും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവും വ്യക്തിപരമാണ് എന്ന് വചനം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഈ കാലയളവിൽ നാഥന്റെ കാഹളം കാതുകളിൽ കേൾക്കാൻ സമയമായി എന്ന ലോക സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ വരവിൽ നാമും കാണണം. അതിനായി നമുക്കൊരുങ്ങി കാത്തിരിക്കാം എന്ന ആഹ്വാനത്തോടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി.